സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓർ ക്ലാസിഫിക്കേഷൻ. അക്കൗണ്ടുകളെ ഗ്രൂപ്പ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം. അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓർ ക്ലാസിഫിക്കേഷൻ. അക്കൗണ്ടുകളെ ഗ്രൂപ്പ് ചെയ്യുന്നു അല്ലെ ക്ലാസിഫൈ തരംതിരിക്കുന്നു. എന്താണ് ഗ്രൂപ്പിംഗ് അല്ലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അക്കൗണ്ട്സ് ഓഫ് സിമിലർ നേച്ചർ അറ്റ് വൺ പ്ലേസ് ആൻഡ് അറ്റ് വൺ ടൈം. ഒരേ തരത്തിലുള്ള ഒരേ നേച്ചറിലുള്ള അക്കൗണ്ടുകളെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവരിക. ഇതിനെയാണ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഒരേ നേച്ചറിനുള്ളതിനെ ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നതിന് നമ്മൾ എന്താ പറയും? ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് എന്ന് പറയും. ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷനിലൂടെയാണ് നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അസറ്റ് ഈക്വൽ ടു ഇക്വൽ മെയിൻ ആയിട്ടും അക്കൗണ്ടിങ് ഇക്വേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഇനി എന്താണ് നമുക്ക് അതൊന്ന് ഡെറിവേറ്റ് ചെയ്ത് നോക്കാം. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചേർന്നാണ്? ലയബിലിറ്റിയും ക്യാപിറ്റലിലൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അസറ്റ് ഉണ്ടാകുന്നത്. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തിയും ലയബിലിറ്റി ബാധ്യതയും ക്യാപിറ്റൽ എന്താണ്? മൂലധനവുമാണ്. ഒരു സ്ഥാപനത്തില് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറഞ്ഞാൽ വിലയുള്ളത് വാങ്ങി വെക്കുന്ന എന്തും ആസ്തിയാണ്. കൊടുക്കാനുള്ള പണത്തെ നമുക്ക് എന്ത് പറയാം? കൊടുക്കാനുള്ള എന്തും എന്താണ്? ലയബിലിറ്റിയാണ്. ഇനി ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്താൽ അസറ്റ് മൈനസ് ലയബിലിറ്റി. ഇനി അസറ്റ് ആസ്തിയിൽ നിന്നും ബാധ്യത പോകുമ്പോൾ എന്ത് കിട്ടും? ആ സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ കിട്ടുന്നു. അസറ്റ് മൈനസ് ക്യാപിറ്റൽ ഈക്വൽ ടു ലയബിലിറ്റി. ഇനി ആസ്തിയിൽ നിന്നും ക്യാപിറ്റൽ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ബാധ്യത കിട്ടുന്നു, ലയബിലിറ്റി. ഇനി ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്? അസറ്റ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റി ഈക്വൽ 0 ആയിരിക്കും. അസറ്റിൽ നിന്നും ക്യാപിറ്റൽ കുറച്ച് അതിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 0 ആണെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇനി ഇതിൽ 3 അക്കൗണ്ടുകളെ വന്നിട്ടുള്ളൂ. ഏതൊക്കെയാ? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. പക്ഷെ ലാഭനഷ്ടം അറിയണമെങ്കിൽ പ്രോഫിറ്റ് ലോസ് ഐഡന്റിഫൈ ചെയ്യണം. എന്ത് വേണം? ഇൻകവും എക്സ്പെൻസും വേണം. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻസ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്? ലയബിലിറ്റിയും ക്യാപിറ്റലിലൂടെ ചേർന്നാണ്. പിന്നെ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ തുകയും കൂടെ ചേർന്ന്. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇൻകവും എക്സ്പെൻസും ഈക്വേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടുകളെ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നു? 5 ആയിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാ? മെയിൻ ആയിട്ട് പറയുന്നതാണ് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇനി ഇതിന്റെ പിരിവുകളാണ്. ഇപ്പൊ തന്നെ അസറ്റ് 2 തരത്തിലുള്ള അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. ലയബിലിറ്റി ലയബിലിറ്റി ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഇതിനെ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ഇത് മെയിൻ ആയിട്ടും അക്കൗണ്ടുകളെ നമ്മൾ എന്തായിട്ട് തിരിക്കുന്നു? 5 ആയിട്ട് തരംതിരിക്കുന്നു. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ടോട്ടൽ അക്കൗണ്ടുകളെ നമ്മൾ എന്തായിട്ട് 5 ആയിട്ട് തരംതിരിച്ചു. അക്കൗണ്ടിങ് ഇക്വേഷനിലൂടെ നമുക്ക് മനസ്സിലായി ഏതൊക്കെയായിരുന്നു? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം. ഇനി ഈ അക്കൗണ്ടുകളെ ക്ലാസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണെങ്കിലും അതിനെ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യുകയാണ്. ഒന്നുകൂടി മനസ്സിലാക്കി തരികയാണ്. എന്തൊക്കെയാണ് 5 അക്കൗണ്ടുകളും അതിൽ വരാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഒന്ന് അസറ്റ് ആണ്. അസറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 2 തരത്തിലുള്ള അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. എന്തൊക്കെയായിരുന്നു? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, വെഹിക്കിൾസ്, എക്യുപ്മെന്റ്സ്. ഇവയെല്ലാം എന്താണ്? സ്ഥിരമായി നമ്മൾ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന എല്ലാം എന്താണ്? ഫിക്സഡ് അസറ്റുകൾ. ഇനി കറണ്ട് അസറ്റോ 1 ഇയറിനുള്ളിൽ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാ? ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, സൺഡ്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇവയൊക്കെ എന്താണ്? കറണ്ട് അസറ്റുകളാണ്. അപ്പൊ ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട്. അപ്പൊ അസറ്റിനെ 2 ആയി തരംതിരിക്കാം. കറണ്ട്. അപ്പം സിമിലർ ആയിട്ടുള്ളതിനെല്ലാം ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. വേണ്ടോ? ഫിക്സഡ് അസറ്റ് എല്ലാം ഒരു ഗ്രൂപ്പിലും കറണ്ട് അസറ്റ് എല്ലാം മറ്റൊരു ഗ്രൂപ്പിലും. ഇനി ലയബിലിറ്റീസ്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാ? ലയബിലിറ്റീസ്. ഏതൊക്കെയാ? ഫിക്സഡ് ലയബിലിറ്റി ഉണ്ട്. ലയബിലിറ്റിയെ 2 ആയി തരംതിരിക്കുന്നു. ഫിക്സഡ് ലയബിലിറ്റിയും
കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി ഏതാണ്? ഡിബഞ്ചേഴ്സ്, ലോൺസ്, ലോങ് ടേം ലോൺസ് ആണ്. അടുത്ത കറണ്ട് ലയബിലിറ്റീസ് ആണ്. എന്തൊക്കെയാണ്? ഷോർട്ട് ടേം ലോണ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ആൻഡ് പ്രൊവിഷൻസ്. ഇവയെല്ലാം കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നവയാണ്. അപ്പൊ അസറ്റ് പറഞ്ഞു, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ലയബിലിറ്റി, ഫിക്സഡ് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി. ഇനി അടുത്തത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാം, മൂലധനം, ഷെയർ ക്യാപിറ്റൽ. നാലാമത്തത് ഇൻകം ആണ്, സ്ഥാപനത്തിന്റെ വരുമാനം, സെയിൽസ്, അതർ ഇൻകംസ്. എക്സ്പെൻസസ് അടുത്ത അഞ്ചാമത്തത്. എന്തൊക്കെയാ? ആ സ്ഥാപനത്തിലെ ചെലവാകുന്ന തുകകളൊക്കെ, വേജസ് ആൻഡ് സാലറി, ഡിപ്രീസിയേഷൻ, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഇവയെല്ലാം ഇതിൽ വരുന്നതാണ്, എക്സ്പെൻസസിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്ന അല്ലെ ക്ലാസിഫൈ ചെയ്യുന്ന, അക്കൗണ്ടുകളെ ഗ്രൂപ്പ് ചെയ്യുന്നത് അല്ലെ ക്ലാസിഫൈ ചെയ്യുന്നതും സിമിലർ ആയിട്ടുള്ളതിനെല്ലാം ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നു. ഇത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്. നമ്മൾ ക്ലാസിഫിക്കേഷനിലെ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് പഠിച്ചു. ഇനി കോഡിഫിക്കേഷൻ. ഇനി അക്കൗണ്ടുകൾക്ക് അല്ലെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സിന് അല്ലെ അക്കൗണ്ടിങ് ഇൻഫർമേഷനൊക്കെ നമ്മൾ കോഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് കൊടുക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എങ്കിൽ നമുക്ക് ഓരോ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എന്താണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അലോട്ടിംഗ് കോഡ്സ് ടു വേരിയസ് ഐറ്റംസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ വേരിയസ് ഐറ്റംസിന് കോഡ് കൊടുക്കുന്നു. ഈ കോഡിനെ എന്താ പറയുന്നത്? കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ അക്കൗണ്ടുകൾക്കെല്ലാം കോഡ് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അലോട്ടിംഗ് കോഡ്സ് ടു വേരിയസ് ഐറ്റംസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെ രീതിയിലാണ് കോഡ് കൊടുക്കുന്നത്? സിമ്പിൾ ആകാം, ആൽഫബറ്റ് ആകാം, നമ്പർ ആകാം. ഒരു സിമ്പിളിന്റെ രൂപത്തിൽ കൊടുക്കാം, ഒരു ആൽഫബറ്റ് കൊടുക്കാം, അതുപോലെ നമ്പർ കൊടുക്കാം. ടൈപ്സ് ഓഫ് കോഡ്സ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള കോഡുകൾ ഉണ്ടെന്ന് നോക്കാം. 4 തരത്തിലുള്ള കോഡുകളെ കുറിച്ച്, 4 തരത്തിലാണ് കോഡ് കൊടുക്കുന്നത്. ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സീക്വൻഷ്യൽ കോഡ്സ്. സീക്വൻഷ്യൽ കോഡാണ് ഫസ്റ്റ്. സീക്വൻഷ്യൽ കോഡ്സ് അത് നമ്പർ ആൻഡ് ലെറ്റർ, നമ്പറും ലെറ്ററുമായിട്ട് കൊടുക്കും. നമ്പർ ഓർ ലെറ്റർ, നമ്പർ ആകാം, ലെറ്റർ ആകാം. അപ്പൊ നമ്പറും ലെറ്ററുമായിട്ട് കൊടുക്കും, നമ്പർ മാത്രം കൊടുക്കും, ലെറ്റർ മാത്രം. അതാണ് എന്ത്? സീക്വൻഷ്യൽ കോഡ്സ്. ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇൻവോയ്സ്, വൗച്ചർ, ചെക്ക്. ഇൻവോയ്സിനും വൗച്ചറിനും ചെക്കുകൾക്കുമാണ് ഈ സീക്വൻഷ്യൽ കോഡ് കൊടുക്കുന്നത്. നമ്മൾ ചെക്കൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ ആൽഫബറ്റും നമ്പറും ചേർന്നുള്ള ഒരു കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇൻവോയ്സിനും വൗച്ചറിനും ചെക്കുകൾക്കാണ് എന്ത് കൊടുക്കുന്നത്? സീക്വൻഷ്യൽ കോഡ് കൊടുക്കുന്നത്. എക്സാമ്പിൾ SL001 മാർക്ക് ലിമിറ്റഡ്. ആ കമ്പനി ഐഡന്റിഫൈ ചെയ്യുന്നത് SL001. അവിടെ ആൽഫബറ്റും ഉണ്ട്, ന്യൂമറിക്കൽ നമ്പരും ഉണ്ട്. രണ്ടാമത്തെ കോഡ് ഏതാണ്? ബ്ലോക്ക് കോഡ്സ്. ഇവിടെ റേഞ്ച് ഓഫ് നമ്പേഴ്സ്. ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇൻ ദിസ് മെത്തേഡ് എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ആർ യൂസ്ഡ്. ഒരു റേഞ്ച് നമ്പർ കൊടുക്കുന്നു. എന്താണ് റേഞ്ച്? 100 to 199, 200 to 299, 300 to 300. ഇങ്ങനെ ഒരു റേഞ്ച് ആണ് കൊടുക്കുന്നത്. 100 മുതൽ 199 വരെ, 200 മുതൽ 299 വരെ, അല്ലെ 300 മുതൽ 300. ഇതൊരു റേഞ്ച് ആണ്. ആ റേഞ്ച് അപ്പൊ പറയാം 100 മുതൽ 199 വരെ ചെറിയ കാറുകൾ, 200 290 മീഡിയം കാറുകൾ. ഇങ്ങനെ ആ റേഞ്ച് കൊടുക്കുകയാണ്. ഇതിനെ പറയുന്നത് ബ്ലോക്ക് കോഡ്സ് എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ആണ് ബ്ലോക്ക് കോഡ്സ്. മൂന്നാമത്തത് നിമോണിക് കോഡ്സ്. എന്താ നിമോണിക് കോഡ്സ്? ഇൻ ദിസ് മെത്തേഡ് ആൽഫബറ്റ്സ് ഓർ അബ്രീവിയേഷൻസ്. ഒന്നുകിൽ ആൽഫബറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പേരിന്റെ ഒരു അബ്രീവിയേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, PJ എന്ന് കണ്ടാൽ എന്താണ്? പർച്ചേസ് ജേണൽ. PJ എന്ന് കണ്ടാൽ പർച്ചേസ്. ഇതുപോലെ ഷോർട്ട് ഫോമിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ ഒരു അബ്രീവിയേഷനോ കൊടുത്താൽ അതെന്താണ്? ന്യൂമോണിക് കോഡാണ്. അപ്പോൾ സീക്വൻഷ്യൽ കോഡ് ഉണ്ട്, ബ്ലോക്ക് കോഡ് ഉണ്ട്, നിമോണിക് കോഡ് ഉണ്ട്. ഇനി നാലാമത്തെ എന്താണ്? ആൽഫ ന്യൂമറിക്കൽ കോഡ്. പേരുകൊണ്ട് നമുക്കറിയാം എന്തൊക്കെയാണ്? ആൽഫബറ്റും
നമ്പറും ഉള്ള കോഡാണ്. ആൽഫ ന്യൂമറിക് കോഡ്. എക്സാമ്പിൾ AD01, AD03. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് കൊടുക്കുന്നതാണ് എന്ത്, ഇങ്ങനെ ആൽഫബറ്റും ന്യൂമറിക്കുമായി ചേർന്ന്. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ആണ്. എന്താണ് കോഡ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അലോട്ടിംഗ് കോഡ്സ് ടു വേരിയസ് ഐറ്റംസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ രൂപത്തിലാണ്? സിമ്പല്, ആൽഫബറ്റ്, നമ്പർ. ടൈപ്സ് ഓഫ് കോഡ്സ് ഏതൊക്കെയാണ്? സീക്വൻഷ്യൽ കോഡ്സ്, ബ്ലോക്ക് കോഡ്സ്, നിമോണിക് കോഡ്സ് ആൻഡ് ആൽഫ ന്യൂമറിക് കോഡ്സ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് കോഡ്സ്. ഇനി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പാസ്വേഡ് സെക്യൂരിറ്റി, പാസ്വേഡ് കൊടുത്ത സെക്യൂരിറ്റി. പിന്നെ ഡേറ്റ ഓഡിറ്റ്, അതുപോലെ ഡേറ്റ വാൾട്ട്. അപ്പോൾ പാസ്വേഡ് സെക്യൂരിറ്റി പലതരത്തിൽ ഇതിനെ സെക്യൂർ ചെയ്യാം. പാസ്വേഡ് സെക്യൂരിറ്റി, ഡേറ്റ ഓഡിറ്റ് ആൻഡ് ഡേറ്റ വാൾട്ട്. അടുത്തതായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജ് പഠിച്ച പോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് പഠിച്ച പോലെ തന്നെയാണ്. അതൊക്കെ തന്നെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഫസ്റ്റ്, സ്പീഡ് ആൻഡ് ആക്യുറസി. അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഫസ്റ്റ് വൺ, സ്പീഡ് ആൻഡ് ആക്യുറസി. കമ്പ്യൂട്ടറിനെ പോലെ തന്നെ സ്പീഡും ആക്യുറസിയും ഉണ്ട്. 2, ലോ കോസ്റ്റ് ഓഫ് പാക്കേജസ്. ഇതിന് ലോ കോസ്റ്റ് ആണ്, ഇതിന്റെ പാക്കേജസിനെല്ലാം ചിലവ് കുറവാണ്. ഓട്ടോമാറ്റിക് ജനറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ റിപ്പോർട്ടുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാൻ ഇത് സഹായിക്കുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. റിഡൻഡന്റ് ഡേറ്റ സ്റ്റോറേജ് പെർമിറ്റ്സ് എഫിഷ്യന്റ് ജനറേഷൻ ഓഫ് സം റിപ്പോർട്ട്. അപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറിലെ മാക്സിമം എന്താ പറയാ, റിഡൻഡന്റ് ഡേറ്റ സ്റ്റോറേജ്, മാക്സിമം ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് റിപ്പോർട്ടുകളെല്ലാം നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാൻ, ഏത് റിപ്പോർട്ടുകളും എപ്പോൾ വേണേലും എടുക്കാൻ നമുക്ക് എന്ത് സഹായിക്കുന്നു? ഇങ്ങനെ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് സഹായിക്കുന്നു. അടുത്ത, ഓട്ടോമേഷൻ ഓഫ് TDS ക്ലറിക്കൽ ജോബ്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലറിക്കൽ ജോബ് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്നു. കാരണം പലരും 10 പേര് ചെയ്യേണ്ട ജോലി ഒരേ സമയം നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ഫുൾ ജോലികൾ നമുക്ക് ഇതിനായിട്ട് ചെയ്യണം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് ആ ക്ലറിക്കൽ ജോബുകളെല്ലാം ഈ കമ്പ്യൂട്ടറിൽ ചെയ്തു പോകുന്നു. അടുത്ത, ഇൻക്രീസസ് റവന്യൂ, ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായതുകൊണ്ട് റവന്യൂ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസസ് റവന്യൂ ബൈ ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പൊ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. സ്പീഡ് ആൻഡ് ആക്യുറസി, ലോ കോസ്റ്റ് ഓഫ് പാക്കേജസ്, automatic generation of standard report, redundant data storage, permits efficient generation of some reports, automation of TDS clerical job, and increased revenue, lower operating cost. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് 3 പാസ്വേഡ് സെക്യൂരിറ്റി, ഡേറ്റ ഓഡിറ്റ് ആൻഡ് ഡേറ്റ വാൾട്ട്. പിന്നെ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് പറഞ്ഞത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ്, നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഹ്യൂജ് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്. 2, ഫാസ്റ്റ് ഒബ്സോളസൻസ് ഓഫ് ടെക്നോളജി. ടെക്നോളജി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പം അത് ടെക്നോളജി ചേഞ്ച്, ഒരു പുതിയ ടെക്നോളജി വന്നു, ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു ടെക്നോളജി വരും. ഇപ്പൊ ആ പഴയ ടെക്നോളജിക്ക് ഔട്ട് ഫാഷൻ ആകുക. അപ്പൊ അതുകൊണ്ട് പുതിയ പാക്കേജസ് എടുക്കേണ്ടതായി വരുന്നു. ദാറ്റ് ഈസ് ഫാസ്റ്റ് ഒബ്സോളസൻസ് ഓഫ് ടെക്നോളജി. ഡേറ്റ മേ ബി ലോസ് ഡ്യൂ ടു പവർ ഫെയിലിയർ ഉണ്ടാവും. കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഡേറ്റ പോകാൻ ചാൻസ് ആണ്, അത് സേവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഡേറ്റ മേ ബി ലോസ് ഡ്യൂ ടു പവർ ഫെയിലിയർ. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ഇനി എംപ്ലോയീസ് ഇതിനെ എതിർക്കുന്നു. കാരണം എന്താണ്? അവര് 10 പേര് ജോലി ചെയ്യേണ്ടടുത്ത് ഒരു കമ്പ്യൂട്ടർ മതി. എങ്ങനെയാണെങ്കിൽ അത്രയും പേരുടെ ജോലി പോവുകയാണ്. അതുകൊണ്ട് അവര് അതിനെ എതിർക്കുന്നു. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ഡേറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പോൾ മൊബൈൽ ഹാക്കിങ്ങും കമ്പ്യൂട്ടർ ഹാക്കിങ്ങും എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. എന്താണ്? ഹാക്കിങ്ങിന് വഴിതെളിക്കുന്നു. എന്ത്? ഡേറ്റ എല്ലാം
ഹാക്ക് ചെയ്യാനുള്ള സാധ്യത. നമുക്കറിയാമല്ലോ അതിനെക്കുറിച്ച്, എപ്പോഴും നമ്മൾ ന്യൂസ് കേൾക്കുന്നതാണ്. ഡേറ്റ ആർ പ്രോൺ ടു ഹാക്കിങ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഡിസഡ്വാൻറ്റേജസ്? ഹ്യൂജ് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്, ഫാസ്റ്റ് ഒബ്സോളസൻസ് ഓഫ് ടെക്നോളജി, ഡേറ്റ മേ ബി ലോസ്റ്റ് ഡ്യൂ ടു പവർ ഫെയിലുവർ, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ആൻഡ് ഡേറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ്. ഇപ്പൊ നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് പറഞ്ഞത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ്, നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഹ്യൂജ് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്. രണ്ട്, ഫാസ്റ്റ് ഒബ്സോളസൻസ് ഓഫ് ടെക്നോളജി. ടെക്നോളജി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പം അത് ടെക്നോളജി ചേഞ്ച്, ഒരു പുതിയ ടെക്നോളജി വന്നു, ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു ടെക്നോളജി വരും. ഇപ്പൊ ആ പഴയ ടെക്നോളജിക്ക് ഔട്ട് ഫാഷൻ ആകുക. അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ പാക്കേജസ് എടുക്കേണ്ടതായി വരുന്നു. ദാറ്റ് ഈസ് ഫാസ്റ്റ് ഒബ്സോളസൻസ് ഓഫ് ടെക്നോളജി. ഡേറ്റ മേ ബി ലോസ് ഡ്യൂ ടു പവർ ഫെയിലിയർ ഉണ്ടാവുമ്പോൾ, കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡേറ്റ പോകാൻ ചാൻസ് ആണ്, അത് സേവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഡേറ്റ മേ ബി ലോസ് ഡ്യൂ ടു പവർ ഫെയിലിയർ. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ഇനി എംപ്ലോയീസ് ഇതിനെ എതിർക്കുന്നു. കാരണം എന്താണ്? അവര് 10 പേര് ജോലി ചെയ്യേണ്ടടുത്ത് ഒരു കമ്പ്യൂട്ടർ മതി. എങ്ങനെയാണെങ്കിൽ അത്രയും പേരുടെ ജോലി പോവുകയാണ്. അതുകൊണ്ട് അവര് അതിനെ എതിർക്കുന്നു. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ഡേറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പോൾ മൊബൈൽ ഹാക്കിങ്ങും കമ്പ്യൂട്ടർ ഹാക്കിങ്ങും എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. എന്താണ്? ഹാക്കിങ്ങിന് വഴിതെളിക്കുന്നു. എന്ത്? ഡേറ്റ എല്ലാം ഹാക്ക് ചെയ്യാനുള്ള സാധ്യത. നമുക്കറിയാമല്ലോ അതിനെക്കുറിച്ച്, എപ്പോഴും നമ്മൾ ന്യൂസ് കേൾക്കുന്നതാണ്. ഡേറ്റ ആർ പ്രോൺ ടു ഹാക്കിങ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഡിസഡ്വാൻറ്റേജസ്? ഹ്യൂജ് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്, ഫാസ്റ്റ് ഒബ്സോളസൻസ് ഓഫ് ടെക്നോളജി, ഡേറ്റ മേ ബി ലോസ്റ്റ് ഡ്യൂ ടു പവർ ഫെയിലുവർ, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ആൻഡ് ഡേറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ്. ഇപ്പൊ നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതില് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഇതിന്റെ സബ് ഫങ്ഷൻ, സബ് സിസ്റ്റംസ് എന്തൊക്കെ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സബായിട്ട് അറിയാനുള്ളത്, അല്ലെ സബ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്കറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണ്. ഫസ്റ്റ്, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ. നമുക്ക് അടുത്ത സബ് സിസ്റ്റം ഏതാണ്ട് സെയിൽസും അക്കൗണ്ട്സ് റിസീവബിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അടുത്ത ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് സബ് സിസ്റ്റം. അടുത്ത പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ, പർച്ചേസും അക്കൗണ്ട്സ് പേയബിളും. ഇൻവെന്ററി അക്കൗണ്ടിങ്, എന്താ സ്റ്റോക്ക്, ഇൻവെന്ററി അക്കൗണ്ടിങ് സബ് സിസ്റ്റം. അടുത്തത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ്. പേറോൾ, ഇത് സാലറി കാൽക്കുലേഷൻ ആണ്, പേറോൾ അക്കൗണ്ടിങ്. എക്സ്പെൻസ് അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ്, അഡ്മിനിസ്ട്രേഷൻസ്, എല്ലാ എക്സ്പെൻസുകളും എക്സ്പെൻസ് അക്കൗണ്ടിങ്. കോസ്റ്റിംഗ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫൈനൽ അക്കൗണ്ട് നമുക്കറിയാം, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബഡ്ജറ്റ്, പ്രസന്റും കാൽക്കുലേറ്റഡ് ബഡ്ജറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാം. ടാക്സ് കാൽക്കുലേഷൻ, എക്സൈസ്, ഇൻകം ടാക്സ്, അങ്ങനെ. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് മാനേജേഴ്സിന് വേണ്ടുന്ന ഇൻഫർമേഷൻ കൊടുക്കുക, അതായത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ഇത്രയും സബ് സിസ്റ്റംസ് ആണ് ഈ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. ഏതൊക്കെയാണ്? സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ, ക്യാഷ് സബ് സിസ്റ്റം, പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ, ഇൻവെന്ററി അക്കൗണ്ടിങ്, ഫിക്സഡ് അസറ്റ്, പേറോൾ, എക്സ്പെൻസ്, കോസ്റ്റിംഗ്, ഫൈനൽ അക്കൗണ്ട്, ബഡ്ജറ്റ്, ടാക്സ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ഒരു ബ്രീഫ് ആയിട്ടുള്ള അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമ്മൾ അതിനെ ഒരു ഷോർട്ടായിട്ട്, അതായത് ബ്രീഫായിട്ട് നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പഠിക്കുന്നത്. ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.